ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാസ്ട്രി കേക്കുമായിട്ടാണ്. വാനില പാസ്ട്രി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 എഗ്ഗ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് മാത്രം നല്ലോണം ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആയിട്ട് വരണം. എന്നിട്ട് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ പൊടിച്ചിട്ടൊന്നുമില്ല, ചെറിയ തരിയായിട്ടുള്ള ഷുഗറാണ്. അത് കുറേശ്ശെ ചേർത്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ യോക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1-2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടി പോകരുത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നമ്മുടെ എഗ്ഗ് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായി ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒരു 9 ഇഞ്ച് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മുടെ ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. എൻ്റെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റ് നേരം ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത എഗ്ഗ് മിക്സും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്യണം. ഞാനിവിടെ വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റുകയാണ് എൻ്റെ എഗ്ഗ് മിക്സ്ചർ. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് പതിയെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് മിൽക്കും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലോ സോസ് പാനിലോ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തത്. മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്കെല്ലാം നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാനിതിവിടെ 3ആയിട്ട് കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണിത്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് കാണാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നന്നായി സ്പ്രേ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്യണം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യണം. ഇനി 3ആമത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീം കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ സൈഡിലൂടെ ഒന്നും നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നില്ല. ഇതിൻ്റെ സൈഡെല്ലാം നമ്മൾ മുറിച്ച് കളയും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ വിപ്പിംഗ് ക്രീം ആക്കേണ്ടതില്ല. മാക്സിമം നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ നോക്കണം. 1 or 2 കേക്ക് ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് വേഗത്തിൽ തന്നെ ചെയ്യാൻ കഴിയും. നമ്മുടെ വിസ്ക് ഒന്ന് നനച്ചിട്ട് വലിച്ചു കൊടുത്താൽ മതി. നമുക്ക് ക്ലീനായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന വിസ്കിൽ കുറച്ച് വെള്ളം സ്പ്രേ ആക്കിയിട്ട് അതൊന്ന് വലിച്ചു കൊടുത്താൽ ശരിക്ക് ക്ലീനായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ എഡ്ജ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ കഴിക്കാം.
ഇപ്പം നമ്മുടെ കേക്കിൻ്റെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഒരേ അളവിൽ മുറിക്കാൻ നോക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ വിൽട്ടൻ്റെ 2C എന്ന് പറഞ്ഞിട്ടുള്ള ടിപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപയോഗിച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. അതൊന്ന് പ്രസ് ചെയ്താൽ മതി. ഞാനിവിടെ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്തിട്ടുണ്ട്. ഒരു ഇളം റോസ് കളർ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ചെറീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിൽ. ഇപ്പം നമ്മുടെ പാസ്ട്രി കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്.